Mosaic India, a mirror to memorable music. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളർത്തുമൃഗങ്ങളെ, പ്രത്യേകിച്ച് നായ്ക്കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി ഉപാസകൻ കൂടിയായ കാർട്ടൂണിസ്റ്റ് ശ്രീ ജിതേഷ് ജിയെയാണ് മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പന്തളം തെക്കേക്കര വില്ലേജിലെ തട്ട എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഹരിതാശ്രമം എന്ന പ്രകൃതി സൗഹൃദ കേന്ദ്രം. ഹരിതാശ്രമത്തിലെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ തൻ്റെ വളർത്തുമൃഗങ്ങളെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകൻ കൂടിയായ ജിതേഷ് ജിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ജിതേഷ് ജി. നമസ്കാരം. എത്ര കാലമായി ഈ വളർത്തുമൃഗങ്ങളോടുള്ള ഈ പ്രിയം, പെറ്റ്സിനോടുള്ള ഈ പ്രിയം തുടങ്ങിയിട്ട്? 10-15 വർഷമായി. ഇതെങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇതൊരു പാരിസ്ഥിതിക ദാർശനിക ഗുരുകുലമാണ്. അതിലൂടെ മണ്ണുമര്യാദയും പ്രകൃതി സ്നേഹവും ജലസാക്ഷരതയും സഹജീവി സ്നേഹവും ഒക്കെ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ദാർശനിക ഗുരുകുലം പ്രവർത്തിക്കുന്നത്. സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന ആപ്തവാക്യത്തിലാണ്. സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സമസൃഷ്ടി ഭാവന പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ ജീവജാലങ്ങളും നമ്മൾ അതിനെ തിരിച്ചറിയുകയും ബയോഡൈവേഴ്സിറ്റി അറിവുകൾ പകരുകയും ചെയ്യുകയാണ്. ഇവിടെ നായകളിലെ തന്നെ ഡിൻഡിൽഡ് സ്പീഷീസിനെയാണ് നമ്മൾ കൂടുതലും സംരക്ഷിക്കുന്നത്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസ്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ, പുലിയോടെ അത്രയും വേഗത്തിൽ ഓടുന്ന മുധോൽ ഹൗണ്ട് എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് കർണാടകത്തിലെ ബാഗൽകോട്ട് എന്ന് പറഞ്ഞ ജില്ലയിൽ, അതായത് നമ്മുടെ ഇവിടുന്ന് ഒരു 10,000-2000 കിലോമീറ്റർ അകലെയാണ്. വടക്കൻ കർണാടകത്തിൻ്റെ ബോർഡറിലുള്ള മുധോലിലുള്ള ഒരു ഡോഗാണ്, ബ്രീഡാണ് മുധോൽ ഹൗണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയിൽ ആദ്യമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡ് എന്ന് പറയുന്നത് ഈ മുധോൽ ഹൗണ്ടാണ്. അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ SPG സുരക്ഷയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളതും ഈ മുധോൽ ഹൗണ്ട് ഡോഗുകളാണ്. അതുപോലെ അതിർത്തി രക്ഷാസേന ഇപ്പോൾ ഏറ്റവും ഉപയോഗിക്കുന്നത്, കാര്യം ഇവയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ഒക്കെ വേഗത്തിലാണ് ഇത് ഓടുന്നത്. അപ്പോൾ ഒരു തീവ്രവാദി തോക്ക് ഉയർത്തുന്ന സമയം കൊണ്ട് ഇത് ചെന്ന് ആക്രമിച്ചു കഴിയും. ഇത് തപാൽ സ്റ്റാമ്പാക്കി പോസ്റ്റൽ വകുപ്പ് ആദരിച്ചിട്ടുണ്ട് ഈ ഡോഗ് ബ്രീഡിനെ. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാവുള്ളൂ. അതേ ഉള്ളൂ. ഇപ്പം കർണാടക സർക്കാർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവർ കോടിക്കണക്കിന് രൂപ മുടക്കി മുധോലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നൊരു റിസർച്ച് ഫൗണ്ടേഷനും ഒരു റിസർച്ച് സെൻറ്ററും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇതിൻ്റെ കുട്ടികളെ വിലക്ക് കിട്ടും. അത് സർക്കാരിൻ്റെ തന്നെ സംവിധാനമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് സർക്കാർ 10 കോടി രൂപയും കൂടെ അനുവദിച്ചു ആ റിസർച്ച് സെൻറ്ററിന് വേണ്ടി. അപ്പം ഡിൻഡിൽഡായുള്ള സ്പീഷീസിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കർണാടക സർക്കാർ ഇതിനെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞാൻ ഇതിനെ അവിടെ നിന്ന് എടുത്തതാണ്. എന്ത് വില കൊടുത്തു ഈ ഒരെണ്ണത്തിന്? ഇതിനിപ്പം 30,000 രൂപയും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നിന്ന് ഇവിടം വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചിലവുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ, നമ്മളുടെ മലയാളികൾ അധികം കണ്ടിട്ടില്ലാത്ത ഡോഗ് ബ്രീഡുകളെ, ഇന്ത്യയുടെ തന്നെ ഡോഗ് ബ്രീഡുകളെ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് അത്രയും ഗുണമുണ്ടായിട്ടുണ്ടാണല്ലോ SPG സുരക്ഷ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനയിൽ അംഗത്വം കിട്ടുന്നതും. അതുപോലെ ഈ നല്ല വാച്ച് ഡോഗാണല്ലേ? നല്ല വാച്ച് ഡോഗാണ്, വളരെ ഫാസ്റ്റാണ്, നല്ല ഗാർഡിംഗ് ഉണ്ട്, പിന്നെ യജമാനോട് വളരെ കൂറുണ്ട്. പക്ഷേ ഇതിങ്ങനെ മെലിഞ്ഞേ ഇരിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കും പട്ടിണി കിടക്കുകയാണെന്ന്. ഇത് ഇങ്ങനെ വേഗത്തിൽ ഓടാൻ വേണ്ടി അതിൻ്റെ ശരീരത്തെ ഇങ്ങനെ എയറോഡൈനാമിക് മെക്കാനിസമാണ്, ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിന് 7 അടി പൊക്കത്തിലൊക്കെ എടുത്തിയാടി പോകാൻ ഇരുന്ന ഇരിപ്പിൽ എടുത്തിയാടിക്കളയും. ഇതിന് മാക്സിമം എത്ര ഹൈറ്റ് വരെ? ഇതിന് 34 ഇഞ്ച് വരെ ഹൈറ്റ് വെക്കും. 34 ഇഞ്ച് വരെ. ഇതിപ്പം 5 മാസം മാത്രമേ പ്രായമുള്ളൂ. ഇത് പപ്പിയാണ്, ഇത് കുട്ടിയാണ്, അല്ലാതെ വലിയ ഡോഗല്ല. ലാർജ് ബ്രീഡുകളിൽ ഏറ്റവും ഹൈറ്റുള്ള ബ്രീഡുകളിൽ ഏറ്റവും ആയുസുള്ള ബ്രീഡുകളിലൊന്നാണ് മുധോൽ ഹൗണ്ട് എന്ന് പറയുന്നത്. മുധോൽ ഹൗണ്ടിൻ്റെ പ്രത്യേകത ഈ വേഗതയും അതുപോലെ ഈ ഹൈറ്റുമാണ്. ഞാൻ റോഡ് വൈലർ, അതുപോലെ ജർമ്മൻ ഷെപ്പേർഡൊക്കെ പോലെയുള്ള ഫോറിൻ ബ്രീഡ്സിനെയൊക്കെ എനിക്കിഷ്ടമുള്ള ആളും വളർത്തിക്കൊണ്ടിരുന്ന ഒരാളുമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡുകളോടാണ് താല്പര്യം. എന്തെന്ന് ചോദിച്ചാൽ ഇവയ്ക്കൊന്നും അസുഖങ്ങൾ അങ്ങനെ വരില്ല. മറ്റേ ഫോറിൻ ബ്രീഡ്സിന് ഒരുപാട് അസുഖങ്ങൾ പിടിക്കും. ഇത് വളരെ റെസിസ്റ്റൻസ് ഉള്ള ബ്രീഡുകളാണ്. അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ കഴിക്കുന്ന ഏത് ആഹാരവും ഇതും കഴിക്കും. അതിനെ പരിപാലിക്കാൻ ഒട്ടും പ്രയാസമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ. ആയുസ് എങ്ങനെയാണ്? ഇതിനുള്ളൊരു പ്രത്യേകത 15 വയസ്സ് വരെ ജീവിക്കും മുധോൽ ഹൗണ്ട്. ഫോറിൻ ബ്രീഡിനെ ഇപ്പോൾ ലാബ് ഉണ്ടായിരുന്നു, ലാബ് നല്ല രസമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ 8 വയസ്സായപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് അത് ചത്തുപോയി.
ജർമ്മൻ ഷെപ്പേർഡ് ആയാലും ഈ കാലാവസ്ഥയ്ക്ക് പലപ്പോഴും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒരുപാട് വരുന്നു. അപ്പോൾ ഇതിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. ആയുർദൈർഘ്യം കൂടുതലാണ്. നമ്മളിപ്പോൾ റോയൽ കനൈനും അതുപോലുള്ള ഏറ്റവും പ്രീമിയം ഫുഡാണ് കൊടുക്കുന്നത്. റോയൽ കനൈന് 1 കിലോയ്ക്ക് 1000 രൂപയോളം ആവില്ല. അങ്ങനെയുള്ള ആഹാരം കൊടുത്ത് വളർത്തുന്നത് 6-7 കൊല്ലമാകുമ്പോൾ ചത്തുപോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി പോകും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരൂ വരൂ വാ, കം കം കം. രാജപാളയം പപ്പിയാണ്. 50 ദിവസമായ രാജപാളയം മെയിൽ പപ്പിയാണിത്. 50 ദിവസം മെയിലാണല്ലേ? ആ. ഓക്കെ. ഈ രാജപാളയത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? രാജപാളയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡോഗുകളിൽ ഏറ്റവും ഇൻഡിജീനിയസ് ഡോഗുകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും കാഴ്ചയിൽ ഭംഗിയുള്ള ഡോഗാണ്. ഇതിന് വെള്ള നിറം മാത്രമേ ഉള്ളൂ, വെള്ള നിറം. അതുപോലെ മൂക്കൊക്കെ ഇങ്ങനെ പിങ്ക് കളറിലിരിക്കും. ത്വക്കിനെല്ലാം പിങ്ക് കളറായിരിക്കും. പല്ല് നല്ല മുല്ലമൊട്ട് പോലെ വെള്ള പല്ലുകളായിരിക്കും. മുല്ലമൊട്ടിൻ്റെ നിറമുള്ള പല്ലുകൾ. നഖമൊക്കെ നല്ല വെളുത്ത നഖമായിരിക്കും. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അങ്ങനെ ലക്ഷണമൊത്തൊരു രാജപാളയം പപ്പിയാണിത്. രാജപാളയം എന്ന് പറഞ്ഞാൽ രാജകീയ റോയൽ ബ്രീഡാണ്. ബ്രിട്ടീഷുകാർ ഒരുപാട് ഭയപ്പെട്ടിരുന്നൊരു ഡോഗ് ബ്രീഡാണിതല്ലേ? അതെ. ആയിരക്കണക്കിന് കുതിരപ്പട്ടാളത്തെ, ബ്രിട്ടീഷുകാരുടെ കുതിരപ്പട്ടാളത്തെ കുതിരയുടെ കാല് കടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയ ഡോഗ് ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വെള്ളം ഡോഗുകളെ എവിടെ കണ്ടാലും ബ്രിട്ടീഷ് പട്ടാളക്കാർ വെടിവെച്ച് കൊന്നിരുന്നു. അങ്ങനെ ഇതിൻ്റെ വംശനാശം ഉണ്ടായി. അങ്ങനെ വംശനാശ ഭീഷണിയിൽ നിന്നാണ് ഇതിപ്പം അതിനെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ജന്തുസ്നേഹികൾ, സഹജീവി സ്നേഹികൾ ഇതിനെയൊക്കെ സംരക്ഷിച്ചു പോരുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും ഫോറിൻ ബ്രീഡ്സുകളെക്കുറിച്ച് അറിയുന്ന പോലെ ഇന്ത്യയിലെ തദ്ദേശീയമായ നല്ല തനത് ബ്രീഡുകളെക്കുറിച്ച് ഉള്ള അറിവ് കുറവാണ്. ആ അറിവ് പകരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ മാതൃകയാണ് ശോശാമ്മ അയ്പ്പ്. അവർ വംശനാശം വന്നിരുന്ന വെച്ചൂർ പശുവിനെ സംരക്ഷിച്ചതിന് അവർക്ക് വലിയ ഇപ്പോൾ പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരം കൊടുത്ത് രാജ്യം ആദരിച്ചു. അത് നമുക്കെല്ലാം മാതൃകയാണ്. നമ്മുടെ ലോകത്തെ സസ്യങ്ങളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയൊക്കെ അടുത്തറിയുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. പക്ഷേ അതിനൊന്നും ഇപ്പോൾ സമയമില്ലാതെ എന്തിനു വേണ്ടിയോ മനുഷ്യരിങ്ങനെ ഓട്ടപ്പാച്ചിലാണ്. അവസാനം എത്ര ഓട്ടപ്പാച്ചിൽ നടത്തിയാലും 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും ഒരാൾ 36,575 ദിവസമേ ജീവിക്കുന്നുള്ളൂ. 100 വയസ്സ് വരെ ഇരുന്നാൽ പോലും ലീപ്പ് ഇയറൂടെ കൂട്ടിയാൽ അതിൽ തന്നെ പകുതി ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാതെ വെറുതെ ഓടാതെ നമ്മൾ ലോകത്തെ കണ്ണു തുറന്ന് കാണുകയും ഉൾക്കാഴ്ചയോടെ കാണുകയും അറിവിനെ തിരിച്ചറിവാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഹരിതാശ്രമം നൽകുന്നത്. ഈ ജീവജാലങ്ങളെയൊക്കെ കാണാനും അവയുടെയൊക്കെ ജീവിതം അറിയാനും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൺസേൺ ആണ്. കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. അവരോടുള്ള സഹജീവികളോടുള്ള കരുതൽ തന്നെയാണ് ശരിക്കും സംസ്കാരം എന്ന് പറയുന്നത്. ജിതേഷ്, ആദ്യമായി കൂടെ കൂട്ടിയ പെറ്റ് എന്തായിരുന്നു? അത് പൂച്ചകളാണ്, പേർഷ്യൻ ക്യാറ്റ്സുകളാണ്. ഇത് പേർഷ്യൻ ക്യാറ്റാണ്. പഞ്ച് ഫേസ് ആണ്, സെമി പഞ്ച്. ഇത് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന് എന്ത് വില കൊടുത്തു? കൊറോണ കാലത്തൊക്കെ ഇതിന് പഞ്ച് ഫേസിനൊക്കെ 50,000 രൂപ വരെ വില ഉണ്ടായത്. ഇപ്പം 10,000 രൂപ പോലും വിലയില്ല, വില താഴോട്ട് പോയി. പൂച്ച വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മൃഗമാണ്. ബുദ്ധിജീവികൾക്ക് ഇഷ്ടമുള്ള ജീവി പൂച്ചയാണെന്ന് പണ്ട് പലരും പറയാറുണ്ട്. പൂച്ച ആരെ ഒരു പരിധി ഇഷ്ടപ്പെട്ട ഒരു പൂച്ച. അതെ അതെ. അതുപോലെ ടി പത്മനാഭൻ, കഥാകൃത്ത് ടി പത്മനാഭന് മക്കളില്ല, അദ്ദേഹത്തിൻ്റെ വീട് നിറയെ പൂച്ചകളാണ്. ഈ പേർഷ്യൻ ക്യാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അധികം ഓടിച്ചാടി പോകത്തൊന്നുമില്ല, ഇങ്ങനെയൊക്കെ നിന്നോളും. ഇത് നമ്മൾ ഇടയ്ക്ക് ഷാമ്പൂ ബാത്ത് ചെയ്യും. ഇവിടുത്തെ പക്ഷിമൃഗാദികൾക്കും എല്ലാം ലോഞ്ചവിറ്റി ഓഫ് ലൈഫ് കൂടുതലാണ്, ലോങ് സ്പാനുണ്ട്. ഈ പൂച്ചയ്ക്ക് എത്ര വയസ്സ് വരെ ആയുസ്സുണ്ടാവും? പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ഒരേ ആയുസ് തന്നെയാണ്.
എല്ലാം 15 വയസ്സെന്നാണ് പറയുന്നത്. പേർഷ്യൻ ക്യാറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അങ്ങനെ ആയുസിൻ്റെ കാര്യത്തിൽ? പേർഷ്യൻ ക്യാറ്റ്സിനും 15 വയസ്സിനും ഒക്കെ ജീവിക്കും. ഇതിനെ വളർത്തുന്നത് തന്നെ എക്സ്പെൻസീവ് ആണോ അതോ? പേർഷ്യൻ ക്യാറ്റിനെ വളർത്തുന്നത് നല്ല എക്സ്പെൻസീവാണ്. കാര്യം ഇതിൻ്റെ മിയോ പേർഷ്യൻ എന്നുള്ള ആഹാരത്തിനൊക്കെ 1 കിലോയ്ക്ക് 400-500 രൂപയൊക്കെ വിലയുണ്ട്. റോയൽ കനീനും ഒക്കെ കൊടുത്താണ് നമ്മളിത് വളർത്തുന്നത്. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കൂടുതലാവും. നമ്മൾ കഞ്ഞിയും ചോറും ഒക്കെ കൊടുത്ത് പരിശീലിപ്പിച്ച് വളർത്തുകയാണെങ്കിൽ അന്നേരം അധികം പൈസ ആവില്ല. പക്ഷേ അന്നേരം പൂച്ചയ്ക്ക് അതിൻ്റേതായ വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടാവും. സ്വദേശി ബ്രീഡുകളെ കൂടാതെ വിലപിടിപ്പുള്ള സൈബീരിയൻ ഹസ്കിയും പിറ്റ്ബുള്ളുമൊക്കെ ജിതേഷ് ജിയുടെ ഹരിതാശ്രമത്തിലുണ്ട്. ഇവയുടെ പരിചരണം വളരെ ശ്രമകരവും എക്സ്പെൻസീവുമാണെന്ന് മാത്രം. നായ്ക്കളുമൊത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നതും രസകരമായ കാഴ്ചയാണിവിടെ. ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഡോഗ് ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചാൽ കനേഡിയൻ ലാബ്രഡോറാണ്. കനേഡിയൻ ലാബ്രഡോർ ഇപ്പോൾ. പിന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡോഗ് ബ്രീഡ്സ് ഇൻ ദി വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈബീരിയൻ ഹസ്കിയാണ്. ഞാൻ ഹിമച്ചൻ നായെന്ന് വിളിക്കും. റഷ്യയിലെ സൈബീരിയൻ മഞ്ഞുമലയിലൊക്കെയുള്ള ആ സൈബീരിയൻ ഹസ്കിയും നമുക്കിവിടെ ഉണ്ട്. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്നൊടുക്കിയിട്ടുള്ള ഡോഗ് ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഡേഞ്ചറസ് ഡോഗ് ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചാൽ പിറ്റ്ബുൾ ടെറിയറാണ്. അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ. അതും ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രത്യേകതയുള്ള ഡോഗുകളാണ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നായകൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എത്ര സ്നേഹിച്ച് നമ്മുടെ മക്കളെ വളർത്തിയാലും ഭാര്യയുടെ ഒപ്പം കഴിഞ്ഞാലും നമ്മളിപ്പോൾ അവരോട് ചിലപ്പോൾ മോശമായി പെരുമാറുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ പിണങ്ങിപ്പോവും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ ആ സ്നേഹത്തിനെല്ലാം ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ നമ്മൾ നായയെ അടിക്കുകയോ തൊഴിക്കുകയോ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും അവയ്ക്ക് നമ്മളോട് അൺകണ്ടീഷണൽ ലവ് ആണ്. അങ്ങനെ ഈ ഭൂലോകത്ത് മനുഷ്യനോട് അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരേ ഒരു ജീവിവർഗത്തെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഈ നായ മാത്രമാണ്. അതിൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുത്തിപ്പോലും അത് യജമാനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നായയുടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. വേറെ ഈ ഭൂലോകത്ത് വേറൊരു ജീവിവർഗത്തിനും മനുഷ്യനോട് ഇത്രയധികം അറ്റാച്ച്ഡായിട്ടുള്ള ഒരു ജീവിവർഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വിവിധതരം പക്ഷി മൃഗാദികളെക്കുറിച്ചും സസ്യലതാദികളെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ 8ഓളം ഏക്കർ സ്ഥലത്ത് വ്യത്യസ്തമായ വൃക്ഷങ്ങൾ, ആലുൾപ്പെടെയുള്ള, ഇലഞ്ഞി ഉൾപ്പെടെയുള്ള നല്ല സുഗന്ധം ചൊരിയുന്ന വൃക്ഷങ്ങൾ ഉൾപ്പെടെ, അതിനൊന്നും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ അത്തരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനെയൊക്കെ അറിയുക എന്ന് പറയുന്നത് ശരിക്കും അതാണ് എൻ്റെ പ്രണയം. കാടും നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെയാണ് ജിതേഷ് ജിയുടെ കൂട്ടുകാർ അല്ലേ? കാടും വേട്ടനായ്ക്കളും, ഇവയെല്ലാം വേട്ടനായ്ക്കളാണ്. ഓക്കെ. മാത്രമല്ല നമ്മുടെ നാട്ടിലിപ്പം വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ പോലീസ് വന്ന് എപ്പോഴും സംരക്ഷിക്കാനും നോക്കില്ല. പലതരത്തിലുള്ള സംഘങ്ങൾ, മോഷണ സംഘങ്ങൾ, പിടിച്ചുപറി സംഘങ്ങൾ ഒക്കെ ഇങ്ങനെ വിലസുകയാണ്. നമ്മളെന്നും വാർത്ത വെച്ച് നോക്കിയാൽ അത്തരം വാർത്തകളാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ തന്നെയുള്ള വീടുകളിലൊക്കെ ഒരു വലിയ നായയുടെ ഒരു വലിയ സംരക്ഷണം. ഒരു നായയെ കൊണ്ട് മാത്രം വളർത്തിക്കൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ 2-3 നായ എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ താമസിക്കുന്ന നായ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നാണ് ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. അതാണ് CCTVയേക്കാളും ഫലപ്രദമാണ് നല്ല വാച്ച് ഡോഗുകൾ എന്ന് പറയുന്നത്. ഒരു ഡോഗിനെയായിട്ട് വളർത്തിയിട്ട് കാര്യവുമില്ല. ഒരു ഡോഗിനെ വളർത്തിയാൽ അവരെന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാൽ 2-3 ഡോഗ് ഇപ്പോൾ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാം. പക്ഷേ ഇതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ? ഇപ്പോൾ ഡോഗ് ട്രെയിനർമാർ ധാരാളമായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. എക്സ്പെൻസീവാണ്. നായ്ക്കുട്ടികളെ വാങ്ങാൻ ആളുകൾ വരാറുണ്ട്. നമ്മൾ ഇത് ഫോറിൻ ഡോഗ്സിനെ അല്ല, ഈ ഇൻഡിജീനിയസ് ഡോഗുകളായതുകൊണ്ട്. ഇൻഡിജീനിയസ് ഡോഗുകളെന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ പ്രസവിക്കുന്ന ഒരു ഇനമല്ല. അത് എപ്പോൾ പ്രസവിക്കുമെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ പരിമിതമായ എണ്ണത്തിലുള്ള കുട്ടികളൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ അത് നേരത്തെ തന്നെ ആളുകൾ വിളിച്ച് പറഞ്ഞ് ചിലപ്പം ബുക്ക് ചെയ്തൊക്കെ ഇടും, നേരത്തെ പറഞ്ഞൊക്കെ വെക്കും. അങ്ങനെയുള്ളവർക്ക് അതും വളരെ സെലക്റ്റീവായി മാത്രമേ, ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടുന്ന് നായക്കുട്ടിയെ കൊടുക്കില്ല. അവരെ ഏത് തരമാണ്, ഇത് വളർത്താൻ തന്നെയാണോ, കുറച്ച് കഴിഞ്ഞിട്ട് വഴിയിൽ അല്ലെ തെരുവോരത്ത് വലിച്ചെറിയുന്നവരാണോ, അവർക്കൊരു സഹജീവി സ്നേഹമുണ്ടോ, എന്താണ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ നമ്മൾ പണ്ട് പറയാറുണ്ട്, റോൾസ് റോയ്സ് വാങ്ങിക്കാൻ നേരത്തെ എല്ലാവർക്കും റോൾസ് റോയ്സ് കാർ കൊടുക്കത്തില്ലെന്ന് പറയും. കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഡോഗിനെ കൊടുക്കുമ്പോൾ അതിന് അവർ അർഹരാണോ എന്നുകൂടെ നോക്കിയിട്ട് വെറുതെ പണം വാങ്ങിച്ച് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവരതിന് അർഹരാണോ, അവർക്ക് അതിനെ വളർത്താൻ കഴിയുമോ എന്ന് നോക്കും.
ഥാനെ ഥാനെ പേ ലിഖാകെ ഖാനെ വാലോം കാ നാം എന്ന് പറഞ്ഞാൽ ഓരോ നായക്കുട്ടിയും ഇവിടെ ചെല്ലണമെന്ന് ആരുടെ കയ്യിലെത്തണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അർഹരായിട്ടുള്ള സഹജീവി സ്നേഹമുള്ള ഈ നായ്ക്കുട്ടികളൊക്കെ ജിതേഷ് ജിയുടെ കയ്യിലെത്തിയതും അങ്ങനെ തന്നെയാണ്. എന്നാൽ വെറുതെ കൊടുക്കാറുമില്ല. വെറുതെ കൊടുത്താൽ ഈ മനുഷ്യർക്ക് യാതൊരു വിലയും ഒന്നിനുമില്ല. നമ്മൾ സൗജന്യമായി ഒരു സാധനം കൊടുത്താൽ അതിന് വിലയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒരു ഒരു മൂല്യം വേണം. ആ മൂല്യം വാങ്ങിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോഴേ അതിനൊരു മൂല്യത്തോടു കൂടി അവർ കൊണ്ടുപോയി വളർത്തത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യമൊക്കെ പൈസ വാങ്ങിക്കാൻ സൗജന്യമായിട്ട് 1-2 കൊടുത്തിരുന്നു. പക്ഷേ അത് അവർ പിന്നീട് സാറേ അത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഞങ്ങൾ അവിടെ അങ്ങനെ കളഞ്ഞു, ഇവിടെ ഇങ്ങനെ കളഞ്ഞു എന്നൊക്കെ കേൾക്കേണ്ടി വരും. അപ്പം മൂല്യം വാങ്ങിച്ചു കൊടുത്താൽ അതിന് അവർ ഒരു മൂല്യം കൽപ്പിക്കും. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഈ ജീവിതം കൂടുതൽ ധന്യമായി മുന്നോട്ട് നീങ്ങാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുക. ഒരുപാട് സന്തോഷം. ജിതേഷ് ജിയെയും അദ്ദേഹത്തിൻ്റെ നായ്ക്കുട്ടികളെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ വീണ്ടും തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റു സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Macniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.